ഞാൻ ഇപ്പൊ അങ്ങനെ എത്തുവോ? അല്ലെങ്കിൽ ഇപ്പൊ മറ്റേ സി ഇവിടെ കലിപൂണ്ട് നിൽക്കുകയാണ് ഇവിടെ. കുറച്ച് അടിയുണ്ട് കോണി പറഞ്ഞത്. എടാ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റിന് കാശ് ചോദിച്ച് ഫുള്ള് ന്യായമായിരിക്കും. അതാണ് വിഷയം. എന്താണ് സംഭവം ചെയ്യാൻ? അമ്മ ഉണ്ടോ? നിങ്ങ ഹായ്. ഹലോ ഹായ്. പറയൂ. വിളിച്ചതിന്റെ കാര്യം ഞങ്ങൾ ഒരു വണ്ടിയായിട്ട് ഞങ്ങൾ ഇവിടെ ബോയ്ക്ക് ഓർമ്മയുണ്ടല്ല? കേൾക്കുന്നില്ല. ഓർമ്മയുണ്ട്. അപ്പൊ ഞങ്ങളൊരു വണ്ടി ഗാരേജിന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ അറിയാണ്ട് നിങ്ങളുടെ ഏതൊരു വണ്ടീനെ ഇടിച്ചു. അപ്പൊ ഞങ്ങൾ സോറി പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിലെ കണ്ണാപ്പി വന്നിട്ട് ഒരു കോണ വർത്താനം പറഞ്ഞു. എന്താണ് പറഞ്ഞേ? എന്നിട്ട് വെച്ചിട്ട് ആളുകൾ മര്യാദ ഓടിച്ചു അങ്ങനെ ആ ഒരു ടൈപ്പ്. വണ്ടി ഇടിച്ച് കഴിയുമ്പോ അങ്ങനല്ലേ ബ്രോ? സോറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിട്ടാണ് കാര്യം? എന്നിട്ട് ബ്രോ പറ. അതാണോ കാര്യം? അതാണോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വരുന്നത്? കാര്യം അതാണോ? കൂടുള്ളവർക്ക് പോലും അറിയത്തില്ല. അല്ല കാര്യം പറയട്ടെ. ഞങ്ങള് മിണ്ടാതാക്കാൻ ഞാൻ പറയട്ടെ. പറഞ്ഞോ? ആരും പറഞ്ഞില്ല പറയണ്ട, നീ പറ. അതിന്റെ ഇടയിൽ സംസാരിച്ച എന്ത് ചെയ്യാ? അതിന്റെ ഇടയിൽ 2 വണ്ടി 3 വണ്ടി നിങ്ങൾ വന്ന് പിച്ച് ചെയ്ത്. അപ്പൊ ഞങ്ങൾ തിരിച്ച് പിച്ച് ചെയ്ത്. പിന്നെ അതല്ലല്ലോ വേറെ ഇഷ്യൂ. നമ്മള് അവിടെ പോയിട്ട് എന്തോ നമ്മള് എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. നിങ്ങള് പിറ്റ് ചെയ്ത് നമ്മളെ വന്ന് ചോദിച്ചു സംസാരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാന്ന് ചോദിച്ചു. അപ്പം നിങ്ങളുടെ ലീഡറായ പ്രിൻസസ് പറഞ്ഞു പ്രശ്നമുണ്ട്, നമ്മളെ വണ്ടി ഇടിച്ചതിന്റെ പൈസ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ല വണ്ടി പിടിച്ച് ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. ഞങ്ങൾ സോറി പറഞ്ഞു. അത് ഞങ്ങളുടെ മര്യാദ. അതിന്റെ ഇടയിൽ കൊണക്കുന്ന കാര്യം എന്താ? എന്ത് കൊണയാണ്? എന്താണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്? മര്യാദക്ക് വണ്ടി ഓടിക്കണം പറയുന്ന കൊണയാണോടാ? അപ്പൊ നമ്മള് ശരിക്കും കുറച്ച് നീ എന്തോ പറയും? നിങ്ങളെ വണ്ടി എന്താണ് ചേച്ചി ഇതൊക്കെ? ഓർമ്മയില്ലാത്ത ഈ അതായത് പുള്ളിയെടുത്ത് സംസാരിക്കുന്നത് നിങ്ങളെ വണ്ടി കൊണ്ട് നമ്മളെ വണ്ടിയിൽ എടുത്ത് ഇടിച്ച് എന്നിട്ട് നിങ്ങൾ സോറി പറയുമ്പോ എല്ലാം അങ്ങ് തീർന്നാവോ? നോക്കിക്കണ്ട് ഓടിക്കാൻ പറയും നമ്മള്. മനസ്സിലായോ? നിങ്ങളെ സൈഡിൽ നിന്ന് വന്ന ഇടിയാണ് അത്. നമ്മളെ ഇഷ്ടമാണ്. നമ്മൾ എന്ത് പറയണം? നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ? നിങ്ങളെ സോറി നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ പറയും നോക്കി ഓട്ടിക്കടാ, നിങ്ങൾക്ക് എവിടെ നോക്കി ഓട്ടിക്കണമെന്ന് ചോദിക്കും. നിങ്ങൾ സോറി പറഞ്ഞ ഉടനെ അല്ലെങ്കിൽ അയ്യോ നമ്മളെ സോറി പറഞ്ഞു നമ്മളെ കൊണ്ട് ഇടിച്ചു സോറി ജനമൈത്രി പോലീസ് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് മോനെ സോറി പറഞ്ഞു നമ്മളിനെ പിടിച്ച് നിനക്കൊരു ഉമ്മ തന്നിട്ട് അയ്യോടെ കൂട്ട ഇടിക്കല്ലെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഇനി ഇങ്ങനെ ഇടിച്ച ഇങ്ങനെ തന്നെ പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ ബ്രോ നമ്മള് സംസാരിക്കല്ലേ? ഞാൻ കാര്യം ചോദിക്കട്ടെ? അതെ എടാ അത് കഴിഞ്ഞിട്ട് വേറെന്താ പറഞ്ഞല്ല? ലൈക്ക് നമുക്ക് എടാ നിങ്ങൾ എന്താ പൊക്കോ എന്താ പറഞ്ഞില്ലേ സാറേ? ഇങ്ങോട്ട് കുറച്ച് മനസ്സിലായോ? നിങ്ങളല്ലേ തുടങ്ങിയത്? അതെ. എന്നിട്ട് നിങ്ങളുടെ വണ്ടി വേറെ ഞങ്ങളെ പിറ്റ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് പിറ്റ് ചെയ്ത് സ്നൈപ്പർ ഷോട്ട് വന്നു ഞങ്ങൾക്ക്.
നിങ്ങളുടെ ഭാഗത്ത്. തൊള്ള. അപ്പൊ എവിടെന്നോ പക്ഷെ നമ്മുടെ അത് അല്ല അതിന്റെ ഇടയിൽ എന്തോ നമ്മളെ വെച്ചെന്നൊക്കെ എന്താ ബ്രോ അത്ര നമ്മള് വെച്ചത് ഉറപ്പാണ്. വേറെ ആരെ വെക്കാൻ ബ്രോ? അല്ല വേറെ ഇവിടെ കൊറേ നോർമലി ഇവിടെ കൊറേ എല്ലാരെയും സ്നൈപ്പറാണ് സ്നൈപ്പറൊക്കെ ഉണ്ട്. ഇവിടെ കൊറേ അടി നടപ്പുണ്ടല്ലോ ഓൾറെഡി. അപ്പൊ സ്നൈപ്പർ നമ്മളെ ഉറപ്പിച്ച അറിയാലേ അല്ല ശരി ആരോ വെച്ച അല്ല 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 ചെയ്തിട്ട് പറയാനുള്ള ധൈര്യം വേണ്ട. ശരി ഞാൻ അത്രേ പറഞ്ഞോളൂ. നിങ്ങളാണ് ടൈപ്പ് ചെയ്താ പറയാനുള്ള ധൈര്യം. എടാ മോനെടാ ബാക്കി പറയാ. അതല്ലല്ലോ മെയിൻ കാര്യം. അതല്ലല്ലോ നിങ്ങളുടെ കാര്യത്തിലോട്ട് വാ. ആ എന്നിട്ട് വെടി വെച്ചു എന്നിട്ട് ഞങ്ങളെ 2-3 പിക്ക് നിങ്ങളെടുത്ത് അപ്പൊ ഫോട്ടോ എടുത്തതിന്റെ സംഭവം എന്ത്? എടാ, ഈ വെടിയുടെ ആറാ നിന്റെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഒന്ന് കാണിച്ചേ നീ. ഫോട്ടോ കാര്യം മനസ്സിലായി. നമ്മള് കുറച്ചേരം കൊന്നമാരെ. ഓ അങ്ങനെ നീ പിക്കെന്നൊക്കെ പറയാൻ നമുക്കെന്ത് മനസ്സിലാവാനടാ? നമ്മള് ഫോട്ടോ ഏതല്ലേ ആയിരിക്കും. അങ്ങനെ ഓക്കെ. എന്നിട്ട് ബാക്കി പറ. അപ്പൊ അതിന് ഞങ്ങളെ ഞങ്ങളുടെ മെമ്പേഴ്സ് ഒരാളടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കണ്ട. കേട്ടില്ല. പകുതി നിങ്ങൾ അടിച്ചിട്ടു. അടിച്ചിട്ടു. ഓക്കെ ഫുള്ളല്ല കുറച്ച് പിക്ക് എടുത്തു. ഇത് ഈ കൂട്ടത്തിൽ ഒരു പുലി ഉണ്ടായിരുന്നല്ലോ പതുങ്ങിയിരുന്ന പുലി എവിടെ? ചാടാറായോ പുലി? പതുങ്ങിയിരുന്ന പുലി ഫ്രണ്ടിലോട്ട് കയറ്റിവിടോ? കാണാനായിരുന്നു. ഡയലോഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. പറയട്ടെ. ഇതതിന് ഇപ്പൊ പടല്ല ഡയലോഗ്. എടാ നീ അല്ലേ എന്തോ പറഞ്ഞു. നീ പറഞ്ഞേക്ക് പുലി പതുങ്ങുന്നത് കേട്ടില്ല. അങ്ങനെ എന്തോ നിങ്ങളെ പേര് എത്ര പേര് ബ്രോ? സാമാനൊക്കെ പറക്കിട്ട് വണ്ടി കിട്ടുന്ന ഓടി. അപ്പൊ രായ മീറ്റിംഗ് വിളിച്ചതിന്റെ കാരണം എന്താണ്? നിങ്ങളെ കുറെ പേര് ചത്തു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അടിക്കണം? അതാണോ നെക്സ്റ്റ് മൂവ്? അതാണോ സംസാരിക്കണോ? ഞങ്ങള് എന്താണ് മൂവ്? ഞാൻ പറയാം ബാക്കി. നിങ്ങളെ അല്ല നിങ്ങളെ ദേഹത്ത് ഒരു 4 പേരോ 5 പേരോ 6 പേരോ അടുത്ത് ഞങ്ങൾ അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? കണ്ടോണ്ടിരിക്കോ? പക്ഷെ നിങ്ങൾ ചിരിച്ചോണ്ടിരുന്ന അവിടെ അതാണ് എനിക്ക് ചിരി വന്നത്. ഞങ്ങൾ എന്തുകൊണ്ട് ഓടി ചിരിച്ചോണ്ട്? അതാണ് എന്റെ ചോദ്യം. പ്രിൻസസ് ജീവനോടുണ്ടായിരുന്നോ? അപ്പൊ മിണ്ടല്ലേ ഒരു പ്രിൻസസ് ആണ്. പ്രിൻസസിനോടാണ് എന്റെ ചോദ്യം. പ്രിൻസസ് ജീവനോടുണ്ടോ? ജീവനോടുണ്ടായോണ്ടാണ് ഇവിടെ വന്ന് നിങ്ങനെയെന്ന് പറയുന്നത്. പ്രിൻസസ് ജീവനോടുണ്ടായിരുന്നോ? ഒരു കാര്യം പറഞ്ഞല്ലോ. ഞാൻ ഇപ്പം ഇന്ന് കേൾക്കുന്നത് ഞാൻ കേൾക്കാതിരിക്കാൻ പറയുന്ന ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ സംസാരിച്ച കാര്യം എനിക്ക് കേൾക്കാൻ ലൈക്ക് ആളെ ബ്രോ. അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ കാര്യം നമ്മൾ സംസാരിക്കല്ല. നമ്മളിവിടെ നിൽക്കുന്നത് കൊടുത്തേന്ന് മനസ്സിലായി. അങ്ങനെ അല്ല അല്ല ഞാൻ ഇവിടെ വന്ന് സംസാരിക്കല്ലേ. ബാക്കി മൂവ് പറ. എന്താണ്? അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ 4-5 പേരോ എല്ലാവർക്കും ഉണ്ട് കഴിഞ്ഞാൽ മനസ്സിലായി ചേച്ചി. അത് മനസ്സിലായി. അപ്പൊ അത് തന്നെയാണ് ഞങ്ങൾക്കും തീരുമാനം. അത് തന്നെയാണ് ഞങ്ങൾക്കും തീരുമാനം. ഞങ്ങളെ നേരത്തെ ഞങ്ങളെ പിള്ളേരെ തൊട്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളെ കൂട്ടത്തുള്ള ആൾക്കാർ തൊട്ട് പിള്ളേരെ അടിച്ചിട്ടാ പിന്നെ എന്ത് ചെയ്യും? സെമിത്തേരിയന്മാരൊക്കെ കൊണ്ട് നടക്കണം. അതോടെ നിങ്ങളുടെ കൂടുതൽ 5-6 പേര് കൊന്നതുകൊണ്ട് നിങ്ങൾക്ക് അടിക്കണം. അതല്ലേ? പക്ഷെ പറയുമ്പോ കണക്കോറാണ്. ബാക്കി ഒരു വണ്ടി ഒറ്റ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അവന് മുന്നേ നോക്കി ഓട്ടോ നമ്മൾ കണ്ടത് 4-5 നമ്മൾ സത്യം പറയാം. ശരി പതുക്കം അതാണ് കാണാൻ പറ്റുമോ? എന്ത് കേട്ടില്ല? അതെ പുലിയുടെ നേരെ പറഞ്ഞ പൈനൽ കാണാൻ പറ്റുമോ? പതുങ്ങാൻ പോയ പുലിനെ ആ പുള്ളിയോടെ കേട്ടോടാ കേട്ടോ. കാര്യമായിട്ട് പറയുന്നത് അത് അപ്പൊ ഇഷ്യൂ ഉണ്ട്. ഞങ്ങൾ എന്താന്ന് വെച്ചാൽ വേറെ വിളിക്കാണ്. ഇല്ല ബ്രോ, ഞാൻ സിറ്റുവേഷനിൽ ഡെഡ് ആയില്ല. എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. മനസ്സിലായ? ഞാൻ സിറ്റുവേഷനിൽ ഡെഡ് ആയില്ല. നമ്മള് ഓർമ്മയുള്ളൊരു കൂടുതൽ സംസാരിക്കുന്നതാണ് നല്ലത്. മനസ്സിലായ? ഞാൻ അറിയാലോ ഒന്നാമത് വൻ സീനാണ് ഇവിടെ. രായ അതെന്താ വെച്ചാ രായ മതി രായ മതി. എന്താ വെച്ചാ തീരുമാനിച്ചിട്ട് തീരുമാനം
നീ സംസാരിക്കണം, നിന്റെ സംസാരം മതി. വാ കണ്ണപ്പി കേറ ചുമ്മാ കേറ്. ഒരു ഡയലോഗ് എന്തിനും അവിടെ കൊണ്ടെടുത്തു അവളുടെ അടുത്ത് പ്ലീസ് പ്രിൻസസ് ഹലോ പ്രിൻസസേ കണ്ണാപ്പിക്ക് എന്തോ മൈൻഡ് യുവർ ബിസിനസ് ലേഡി എത്ര വണ്ടിയുടെ എന്തോ എല്ലാവർക്കും നമ്മളായിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകുമ്പോ ഒരു പേടി പോലെ. ചന്ദ്ര ഇത് വാറാല്ലോ വേണേ എന്തിനോ ഇത് വാറാല്ലോ വേണേ ഇതോടെ പ്രിൻസസ് ബാല പ്രിൻസസ് എന്തായാലും പറയാം, നീ ഇച്ചിരി വിഷയം എന്നാണ് പറഞ്ഞേ. താത്തി അങ്ങ് വിട്ട് പാവം പ്രിൻസസ് സ്നേഹം കൂടിയോണ്ടാ നീ ഇത്തിരി